എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പ് മേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം വാഹന ലോകം കറന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ XUV3XO എന്ന് പറയുന്ന ഈ മനോഹര വാഹനത്തെക്കുറിച്ചാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനകത്തൊരു ഫേസ്ബുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണല്ലോ ഏറ്റവും കൂടുതൽ കമൻസ് വന്ന വാഹനത്തിൻ്റെ ലുക്കിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്കുകൾ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. പലർക്കും ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നതായിട്ട് കണ്ടു. അപ്പം അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈനിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രതാപ് ബോസ് ഡിസൈൻ ചെയ്തൊരു വാഹനമാണ്. അപ്പോൾ പ്രതാപ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 14 കൊല്ലമായിട്ട് ടാറ്റയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത ഡിസൈനറാണ്, സെലിബ്രിറ്റി ഡിസൈനറാണ് പ്രതാപ് ബോസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഡിസൈൻ ചെയ്ത വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടിഗോർ, ടിയാഗോ, അതുപോലെ തന്നെ നെക്സോൺ, അതുപോലെ ഹാരിയർ, അതുപോലെ സഫാരി. ഇത്തരം വാഹനങ്ങളാണ് ടാറ്റയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത്. നമുക്കറിയാം ടാറ്റയുടെ ഹാരിയറൊക്കെ ഇന്നും ഏറ്റവും റോഡ് പ്രസൻസ് ഉള്ള മനോഹരമായിട്ടുള്ള വാഹനങ്ങളാണ്. ശരിക്കും ടാറ്റയുടെ മുഖമുദ്ര മാറ്റിയ ഒരു ഡിസൈനറാണ് പ്രതാപ് ബോസ് എന്ന് പറയുന്നത്. അദ്ദേഹം നേരെ മഹീന്ദ്രയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഹീന്ദ്ര കൊത്തിയെടുത്തതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം പുള്ളി ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ ആ പഴയ ലോഗോ അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു കീഴിലെ ലോഗോ കൊണ്ട് വെച്ചാൽ കാണുന്നതാണ് ഈ ടിൻ പീക്ക് ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. 2 റോഡുകളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. 2 ടിൻ പീക്കായിട്ട് വരുന്ന 2 റോഡുകളാണ് വരുന്നത്. അപ്പം ആ ഡിസൈനൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അതെല്ലാവരും ഒരു ഭയങ്കര ചർച്ചയായി. അതും കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു. പക്ഷേ എനിക്ക് റിയലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം അദ്ദേഹം ആദ്യമായിട്ട് മഹീന്ദ്രയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന XUV700 എന്ന് പറയുന്ന മനോഹര വണ്ടിയാണ്. നമുക്ക് എന്നും അറിയാം മഹീന്ദ്രയിലെ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ ആൾക്കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതും ലുക്കുകൾ കൊണ്ടും ഫീച്ചർ കൊണ്ടും ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഈ പറയുന്ന 700 എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് 300യുടെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പുതുതായിട്ട് വന്നിരിക്കുന്നൊരു വാഹനമാണ്. 300 ആണ് ബേസിക്കലി എങ്കിലും ഇതിനകത്ത് ഒരുപാട് കുറേ ഫീച്ചേഴ്സ്, അതായത് 300 ലാക്ക് ചെയ്യുന്ന കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് ഏറ്റവും കോമ്പറ്റീറ്റീവായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന പല വാഹനങ്ങളും ഇപ്പം പഞ്ചൊക്കെ എടുക്കാനുള്ള ആൾക്കാർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ പ്രൈസ് ബ്രാക്കറ്റിലേക്ക് ഈ ഒരു വാഹനം കൊടുത്തിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ അഡീഷണലി ഇതിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഈ വാഹനത്തിനകത്ത് കൊണ്ടുണ്ട്. അപ്പം ഇതിൻ്റെ ലുക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു ലുക്കാണ്. പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ലുക്കിലേക്കാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഗ്രിൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിലാണ്. അപ്പോൾ അതേപോലെയുള്ള ഒരു ഗ്രിൽസാണ് ഈ ഒരു വാഹനത്തിനകത്തും കൊടുത്തിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിയർ ഫ്യൂച്ചറിൽ തന്നെ, കാരണം ഇതിൻ്റെ തന്നെ XUV300യുടെ തന്നെയാണ് XUV400 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 400 എന്ന് ഇലക്ട്രിക് വന്നിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി 3XOയ്ക്ക് ഒരു ഇലക്ട്രിക് പതിപ്പ് വരും, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയർ ഫ്യൂച്ചർ കംപ്ലീറ്റ് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അത്രയും വിഷണറിയോട് മഹീന്ദ്ര ചിന്തിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു മനോഹര ഡിസൈൻ ആയിരിക്കും പ്രതാപ് ബോസിൻ്റെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് പോകുന്ന സമയത്ത് ഞാനത് എടുത്ത് കാണിച്ചു തരാം. അത് അസാധ്യ ലുക്കുകളാണ്, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പം നമ്മൾ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ ലുക്കുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പം നമുക്ക് ഈ വാഹനം നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് നമുക്ക് MX സീരീസിലും AX സീരീസിലുമാണ് കിട്ടുന്നത്. MX1, MX2, MX2 Pro, MX3 Pro, AX5 ലക്ഷറി, AX7 ലക്ഷറി, ഇത്ര വേരിയൻസിലാണ് കിട്ടുന്നത്. ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോകുന്ന, ടോപ്പ് ട്രിംസിലേക്ക് പോകുന്നതനുസരിച്ച് അഡാസ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ച് അനുബന്ധ സ്കൈ റൂഫ് അങ്ങനെയുള്ള കുറച്ച് നല്ല ഫീച്ചേഴ്സും കൂടെ വാഹനത്തിനകത്ത് ആഡ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് AX5 ആണുള്ളത്, അതായത് മിഡ് വേരിയൻ്റ് ആയിട്ട് വരുന്ന വാഹനമാണ്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു മഹീന്ദ്ര 3XO എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയും ഈ സെഗ്മെൻറ്റിൽ നോക്കുമ്പം ഇതിന് ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ളൊരു വാഹനമാണ്. 2600 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പുതിയ ഡിസൈൻ അനുസരിച്ച് നോക്കുക, ഡിപ്പാർച്ചർ അപ്രോച്ച് ആംഗിൾസിൽ ഒരു വർധന വരുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് കയറ്റം കയറുമ്പോൾ ഫ്രണ്ട് തട്ടാതിരിക്കാനും ഇറക്കം ഇറങ്ങിപ്പോൾ ബാക്ക് തട്ടാതിരിക്കാനുമുള്ള ആംഗിൾസിനെയാണ് അപ്രോച്ചും അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, മഹീന്ദ്രയുടെ വാഹനങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓഫ് റോഡിന് ഭയങ്കര പേരുകേട്ട വാഹനങ്ങളാണ്, കുണ്ടും ചെളിയിലും ഒക്കെ പോകുന്ന വാഹനങ്ങളാണ്. അപ്പം ഇതും ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള SUV ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഒക്കെ 350 മില്ലിമീറ്ററോളം കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ഹൈറ്റിലോളം നമുക്ക് വെള്ളത്തിനകത്തൂടെ വണ്ടി ഓടിച്ചാലും കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എയർ ഇൻടേക്ക് ഒക്കെ ഏറ്റവും മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ വീതി ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതലാണ്. അതായത് നമുക്ക് ബാക്കിലെ സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നെഞ്ച് വിരിച്ചിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ. 1821 മില്ലിമീറ്ററാണ് വരുന്നത്. ഇതൊരു സബ് 4 മീറ്ററിലാണ് വരുന്നത്. 3990 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലെങ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് വരുന്ന വലിയൊരു വാഹനം തന്നെയാണ്. അല്ലെങ്കിൽ കാഴ്ചയിൽ ചെറുതാണെങ്കിലും
നമ്മുടെ അല്ലാത്ത ഡയമെൻഷനിലൊക്കെ നല്ല സൈസ് ഈ വാഹനത്തിനുണ്ട്. ഇനി അടുത്ത ഈ മഹേന്ദ്രയുടെ XUV 3XO എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സേഫ്റ്റിയാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും ശ്രമിക്കുന്നത് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ നേടിയതാണ്. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഗ്ലോബൽ എൻക്യാപ്പ് ആദ്യമായിട്ട് നേടിയ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ടാറ്റ ആണെങ്കിലും അതിൻ്റെ റേറ്റിംഗ്സിനെ മൊത്തത്തിൽ കവർ ചെയ്തൊരു വാഹനമാണ് XUV 300 എന്ന് പറയുന്നത്. കാരണം അലർട്ടിലും അതുപോലെ തന്നെ ചൈൽഡിലും 5 സ്റ്റാർ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് വന്നൊരു വാഹനമാണ്. അപ്പം അതിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന അതിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളൊരു വാഹനം ഡെഫിനറ്റ്ലി അത്തരം ഒന്നെങ്കിൽ ആ സ്കോറോ അതിന് മുകളിലുള്ള സ്കോറോ ബ്രേക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അടുത്തതായിട്ട് എന്തുകൊണ്ട് ഈ വാഹനം വാങ്ങിക്കണം എന്ന് നമുക്ക് നോക്കാം. ഇതിന് ഒന്നാമത് ഇത്രയും വേരിയൻറ്റുകളുണ്ട്. വേരിയൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ബ്രാക്കറ്റ് ഭയങ്കര അട്രാക്റ്റീവാണ്. 7.49 ലക്ഷം മുതൽ 15.49 ലക്ഷം വരെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ 8 കളറുകൾ അവൈലബിൾ ആയിട്ട് കിട്ടും. 8 സിംഗിൾ ടോണും അതുപോലെ തന്നെ 8 മോണോടോൺ കളേഴ്സും നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. അപ്പം അതുകൂടാതെ ഈ വാഹനത്തിന് എഞ്ചിൻ ഓപ്ഷൻസ് ഭയങ്കര രസകരമായിട്ടുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്രോളിൽ 2 എഞ്ചിനുണ്ട്. ഒരു MPFI എഞ്ചിൻ 1.2 ലിറ്റർ വരുന്ന MPFI എഞ്ചിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ടർബോ GD 1.2 ടർബോ GDI എഞ്ചിനുണ്ട്. അത് കൂടാതെ ഒരു ഡീസൽ എഞ്ചിനും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സുകളും അതുപോലെ തന്നെ അതിനും പല കോൺഫിഗറേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ട് ഡീസലിലേക്ക് വരുവാണെങ്കിൽ ഒരു ഓട്ടോ ഷിഫ്റ്റ് അല്ലെങ്കിൽ MT ട്രാൻസ്മിഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് മാനുവൽ ട്രാൻസ്മിഷൻ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും പിന്നെ ഒരു 6 സ്പീഡ് AT ട്രാൻസ്മിഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻസിൽ ഇഷ്ടം പോലെ രീതിയിലുള്ള വാഹനങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഓരോ പ്രൈസ് റേഞ്ചിന് ഏത് വാഹനം വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി വാഹനത്തിൻ്റെ ബാക്കിയുള്ള ലുക്കും ഈ ഒരു വാഹനത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മിഡ് വേരിയൻറ്റ് വാഹനമാണ്. അപ്പോൾ ഇത് ലക്ഷറി വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഡാസ് നിലവിൽ വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ തന്നെ ഇത് X5 ആണ്. X5 ലക്ഷറിയിലേക്ക് വരുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറയും അഡാസ് ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഓവറോൾ ലുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 300 തന്നെയാണ്. പക്ഷേ ഫ്രണ്ടും ബാക്കും ഫുള്ളി റീഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈപ്പേഴ്സിലേക്ക് വരുവാണെങ്കിൽ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഗ്രില്ലാണ്. ഇലക്ട്രിക്കിൻ്റെ ഗ്രില്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ട്വിൻ പീക്ക് ലോഗോ കാണാം. അതുപോലെ തന്നെ സ്ലോട്ടുകൾ നമുക്കിവിടെ കാണാം. നേരത്തെ മഹേന്ദ്രയുടെ വാഹനങ്ങൾക്കകത്തെല്ലാം നമുക്കറിയാം ഒരു സ്ലോട്ടഡ് ആയിട്ട് വരുന്ന ഗ്രില്ലാണ്. പക്ഷേ ഇത് ക്ലോസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ആ ഡിസൈൻ എലമെൻറ്റ് അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ ഡയമണ്ട് ആയിട്ട് വരുന്ന കുറേ ഡിസൈൻസ് എലമെൻറ്റ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഡയമണ്ട് പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. അതും ആ ഫ്രണ്ടിൽ ആ പിയാനോ ബ്ലാക്ക് ഷിൽ വരുന്ന സമയത്ത് വളരെ ഭംഗികരമായിട്ട് നമുക്ക് തോന്നുന്നത്. ലൈറ്റ്സ് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഒരു മീശ പിരിക്കുന്ന ഒരു ലുക്കാണ് നേരത്തെ മുതൽ ഈ വാഹനത്തിനകത്തെ DRLസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ലുക്സ് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കിയിട്ടുണ്ട്. നേരത്തെ അത്രയും ലൈറ്റ്സിന് വലുപ്പമില്ലെങ്കിലും മനോഹരമായിട്ടുള്ള DRL യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ എപ്പോഴും കത്തി നിൽക്കും. ലൈക്ക് ഇത് മൊത്തം കത്തി നിൽക്കും. ലൈക്ക് ഇതിനകത്ത് ഇതൊരു ടേൺ ഇൻഡിക്കേറ്റർ ആയിട്ടും കൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ബൈ ഫംഗ്ഷനായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. പ്രൊജക്ടറാണ് വരുന്നത്. അതിനകത്ത് ഒരു ഇൻസേർട്ട് നമുക്ക് കാണാം. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് നമുക്ക് കാണാം. അത് ഈ പറയുന്ന പോലെ ടോപ്പ് ആൻഡ് ട്രിംസിലേക്ക് വരുമ്പോൾ അവിടെ ഫോഗ് ലാമ്പ് വരും. ഇപ്പോൾ അതിനകത്തുള്ളൊരു സ്പേസ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ലൈറ്റ്സ് ആണ്. ഓട്ടോ ഹെഡ് ലാംപ്സ് ഒക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ എയർ ഡാമിൻ്റെ ഡിസൈൻ സാധാരണ എല്ലാ വാഹനത്തിനകത്ത് ഹണിക്കോം ഗ്രില്ല് വരുമ്പം നിങ്ങൾ കുറച്ച് വൈഡറിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കേണ്ട ഈ ലൈൻസിൻ്റെ കണ്ടിന്യൂറ്റിയാണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ലൈൻസിൻ്റെ ഒക്കെ കണ്ടിന്യൂറ്റിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഭയങ്കര രസമുണ്ട്. ആ ഡിസൈൻ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിനകത്ത് ആ സ്റ്റാൻസസ് അങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ എയർ ഡാമും കാര്യങ്ങളും നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിനകത്ത് ഫെൻഡറിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സാധാരണ ഇത് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ട് വരുന്ന ഒരു ഫെൻഡറായിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഡിസൈൻ ഫ്രണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബോക്സി ഡിസൈൻസ് ആണല്ലോ. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കട്ട് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 17 വരും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ അലോയ് വീൽസിലേക്ക് വരുന്ന ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എല്ലാ വേരിയൻസിനകത്തും ഉള്ള ഒരു പ്രത്യേകത പറയാം. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ESCയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ വാഹനത്തിനകത്തും ഈ ബേസ് വേരിയൻറ്റ് മുതൽ ടോപ്പിലേക്ക് വരുമ്പോൾ ESC ഉണ്ട്. ESCയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ബ്രേക്കിന് വേണ്ടി 8 ഫംഗ്ഷൻസും അതുപോലെ ട്രാക്ഷന് വേണ്ടി 4 ഫംഗ്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരുന്നത് കാരണം വാഹനത്തിൻ്റെ സേഫ്റ്റി വീണ്ടും കൂടാനുള്ള ഒരു പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഇനി അടുത്തൊരു സേഫ്റ്റി ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിംഗ് വരുമ്പോൾ 100% ഇതിനൊരു 5 സ്റ്റാർ റേറ്റിംഗ് ചൈൽഡിനും അഡൽട്ടിനും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന പറഞ്ഞാൽ മക്ഫേഴ്സിൻ്റെ സ്ട്രറ്റുകളും അതുപോലെ സ്റ്റെബിലൈസർ ബാറുമാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ട്വിസ്റ്റ് ബി മാക്സിലാണ് വരുന്നത്. അതിനകത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സസ്പെൻഷനുള്ളൊരു വാഹനമാണ്.
പിന്നെ ഇതിനകത്ത് ഡിസ്ക് ബ്രേക്ക്, വൈപ്പ് ടെക്നോളജിയും ബ്രേക്ക് പ്രീഫിൽ അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഈ പറയുന്ന AC-യുടെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു പില്ലേഴ്സിൻ്റെ കളർ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അത് തന്നെയാണ് മിറേഴ്സിലും വന്നിരിക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഏറ്റവും ടോപ്പ് ആൻഡ് ട്രിംസിലേക്ക് വരുവാണെങ്കിൽ താഴെ നമുക്ക് 360 ഡിഗ്രിക്ക് വേണ്ടിയുള്ള ക്യാമറാസ് ഉണ്ട്. ഇതിനകത്ത് അത് വരുന്നില്ലാത്തതുകൊണ്ട് ആ ഒരു പോർഷൻ കൊടുത്തിട്ടില്ല. ബോഡി കളർഡ് ആയിട്ട് വരുന്നിരിക്കുന്ന ഡോർ ഹാൻഡിൽസ് ആണ്. മുകളിലേക്ക് വരുവാണെങ്കിൽ റൂഫ് റെയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിനകത്തും ഈ പറയുന്ന ഡയമണ്ട് കട്ടുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ബ്യൂട്ടിഫുള്ളി മെയിൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ആൻറ്റിന നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ആ ഒരു ആൻറ്റിന അവിടെ കൊടുത്തിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിന അല്ല, ഇതാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഷാർഫിൻ ആൻറ്റിന ആണോ എന്ന് എനിക്കറിയത്തില്ല. നോർമലി ലൈക്ക് AX7 എവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വരെയുള്ളൂ ഷോറൂംസിലേക്ക്. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്പോയിലർ, ഭയങ്കര സ്പോർട്ടി ആയിട്ട് വരുന്ന സ്പോയിലർ കാണാം. പിന്നെ ഒരു എയർ ബ്ലേഡ് ഡിസൈൻ, നമ്മുടെ എയറോഡൈനാമിക് ഡിസൈൻ, എയർ കട്ട് ചെയ്യാനുള്ള ഡിസൈൻസൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡീഫോഗറുള്ള ഗ്ലാസ് ഉണ്ട്, വൈപ്പറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു 3XO എന്ന് പറയുന്ന റൈറ്റിങ്സ് നമുക്ക് കാണാം. ഏറ്റവും ബ്യൂട്ടിഫുൾ, ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബാക്കിലെ ലൈറ്റ് ക്ലസ്റ്ററാണ്. ഒരു C ഷേപ്പിൽ വരുന്ന കണക്റ്റഡ് ആയിട്ട് വരുന്ന ലൈറ്റ്സ് ആണ്. അത് ഭയങ്കര രസമാണ്. അത് രാത്രിയൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് അത് കാണുക എന്ന് പറയുന്നത്. ബാക്ക് പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വാഹനം 3XO ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എങ്കിലും ഇതിൻ്റെ ഒരു ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഈസിലി ഐഡൻറ്റിഫയബിൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബമ്പർ ഏരിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വീതിയേറിയ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് തന്നെ ഡയമണ്ട് പാറ്റേൺസ് ഒക്കെ ഉണ്ട്. ഒരു അഡ്വാൻറ്റേജ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബമ്പേഴ്സിൽ എന്തെങ്കിലും തട്ടലോ പൊട്ടലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈസിലി നമുക്കത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒറ്റ ഒരു പീസ് മാറിയാൽ തന്നെ കംപ്ലീറ്റ് ആ സ്ക്രാച്ചസ് റിമൂവ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. താഴെ നമുക്ക് ഡിഫ്യൂസർ പ്ലേറ്റ് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിൽ പറയാനുള്ളത്. ഇപ്പോൾ 3XOയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ ആയിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പം വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ വണ്ടി ക്ലീൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അതൊരു ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്ക് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കളറും കൂടെ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണെന്നല്ലാതെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടെങ്കിലും അത് കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നു പഴയ കാലം പോലെ നമ്മുടെ എല്ലാ വാഹനങ്ങളിനകത്തും വൈറ്റ് ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് ഉപയോഗിക്കും, വാഹനങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ ഡോറിൻ്റെ ട്രിമ്മിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ സോഫ്റ്റായിട്ട് വരുന്ന പ്ലാസ്റ്റിക്സും കാര്യങ്ങളും കൂടെ ഉണ്ട്. ഡോർ ഹാൻഡിൽ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇവിടെ ഡോറിൻ്റെ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫയൽ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്പീക്കർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡിലേക്ക് വരുവാണെങ്കിൽ ഹർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. 7 സ്പീക്കേഴ്സാണ് വരുന്നത്. അതായത് 4 സ്പീക്കർ, 2 ട്യൂട്ടർ, ഒരു സബ് വൂഫറാണ് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വേരിയൻസിലും അല്ലെങ്കിൽ ട്രിംസിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ലെതറേറ്റ് ആയിട്ടാണ് വരുന്നത്. പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന ലെതറേറ്റ് ആയിട്ടുള്ള സീറ്റുകളാണ്. ഇതെല്ലാം മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന സീറ്റ്സാണ്. സീറ്റ്സിൻ്റെ ഒരു സീറ്റ്സിന് അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ വാഹനം ഇങ്ങോട്ട് ഓടിച്ച് വന്നുകൊണ്ട് പറയാം അത്യാവശ്യം നല്ലൊരു നമുക്കൊരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. ഒപ്പം അടുക്കുന്നത് തന്നെ നമുക്ക് ആ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ട്വിൻ പീക്ക് ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് അകത്ത് കയറിയതിന് ശേഷം വാഹനത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. 3XOയുടെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 700യുടെ ഇൻറ്റീരിയറുമായിട്ട് ഏകദേശം സെയിം ആണ് എന്ന് നമുക്ക് എടുത്ത് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ 400യുടെ ഇൻറ്റീരിയറായിട്ട് വന്നിരിക്കുന്നത്. കാരണം അഡ്രിനോസ് കണക്ടിവിറ്റി ഉള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് 10.2 ഇഞ്ചാണ് വരുന്നത്. ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏകദേശം നമുക്ക് ഒരു 80ഓളം ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് ഈ ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴിയും അലക്സ വഴിയൊക്കെ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് പ്രത്യേകിച്ച് നമുക്ക് ഇതൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. കാരണം മിക്ക വാഹനങ്ങളിനകത്തും നമുക്ക് വാഹനത്തിൻ്റെ AC ഓണാക്കാനും ഓഫാക്കാനും അല്ലെങ്കിൽ വാഹനം ഓണാക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണക്ടിവിറ്റീസ് എല്ലാം ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള നല്ലൊരു സ്ക്രീനാണ്. അതുപോലെ നാവിഗേഷൻ ഒക്കെ നമുക്കവിടെ കൊടുക്കേണ്ടത് നമുക്ക് പറ്റും. അതേപോലെ നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാലും 10.25 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല റെസൊല്യൂഷനുള്ള നല്ല ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് നമുക്ക് വാഹനത്തിനകത്ത് നമുക്ക് സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സ്ക്രീനിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മിറർ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ, അതായത് മാപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മിറർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാതെ, അതായത് റോഡിലേക്ക് നോക്കി നമുക്ക് അങ്ങോട്ട് പാളി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിക്കാം. TPMS പോലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്ന വാഹനത്തിൻ്റെ AC-യുടെ യൂണിറ്റുകളാണ്. ഇതിനകത്ത് തന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC ആണ് ഈ ഒരു AX5-നകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ AX5 സീരീസ് മുതൽ ഈ പറയുന്ന ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ACs ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഒരു ഡിസൈൻ പോലെയല്ല. അപ്പോൾ ആ ഒരു ഡിസൈൻ ക്ലസ്റ്ററൊക്കെ മാറ്റിയിട്ട് സിമിലർലി അതുപോലെ ആണെങ്കിലും കുറച്ചൊക്കെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ മൊത്തം മാറ്റി കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ USB പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം. അതുപോലെ ഇവിടെ വയർലെസ് ചാർജിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിനകത്തുള്ള ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ താക്കോലും അതുപോലെ ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലൗ ബോക്സ് ആണ്. ടോപ്പ് ആൻഡ് ട്രിംസിലേക്ക് വരുന്ന സമയത്ത് ഒരു കൂൾഡായിട്ട് വരുന്ന ലക്ഷറി സീരീസിലേക്കൊക്കെ വരുമ്പോൾ കൂൾഡായിട്ട് വരുന്ന ഗ്ലൗ ബോക്സുകളുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഇവിടെ എല്ലാം ആ ഡയമണ്ട് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AC വെൻറ്റുകളും നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6 എയർ ബാഗാണ് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഈ പറയുന്ന ബേസ് വേരിയൻറ്റ് മുതൽ ടോപ്പ് വേരിയൻറ്റ് വരെ കൊടുത്തിരിക്കുന്നതാണ് വേറെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ISOFIX സ്റ്റൈൽ സീറ്റ്. ഇപ്പം ലക്ഷറി സീരീസിലേക്കൊക്കെ വരികയാണെങ്കിൽ ഓട്ടോ ഹിൽ ഹോൾഡ് പാർക്ക്, ഈ പറയുന്ന ഓട്ടോ പാർക്ക് ബ്രേക്ക്, ഇതുപോലെ സംവിധാനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഏകദേശം 35ഓളം സേഫ്റ്റി ഫീച്ചേഴ്സാണ് വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂപ്പറായിട്ടുള്ള സേഫായിട്ടുള്ള ഒരു വാഹനമായിരിക്കും. പിന്നെ ഇതിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ ആയിട്ട് വരുന്ന ഒരു IRVM അല്ല വരുന്നത്. നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. 2 വശത്തേക്കും സൺവൈസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു കണ്ണാടി നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു വാനിറ്റി മിറർ കാണും. അതുപോലെ ലൈറ്റ്സ് അവിടെ കാണാനായിട്ട് വരും. ഇവിടെ നമുക്ക് ഗോഗിൾസ് വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റർ ആയിട്ടുള്ള 2 റീഡിംഗ് ലാംപ്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ സൺറൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സൺറൂഫാണ്. അതായത് ലക്ഷറി സീരീസിലേക്ക് വരുന്ന സമയത്ത് സ്കൈ റൂഫ് എന്ന് പറയുന്നതുകൊണ്ട് വലിയ പാൻഡമിക് ആയിട്ടുള്ള സൺറൂഫ് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സംവിധാനങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഈ സ്വിച്ചിൽ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. അപ്പം കൂടുതലായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സൺറൂഫൊക്കെ ഒരു ഇന്ന് എല്ലാ വാഹനങ്ങളിലും ഭയങ്കര മാൻഡേറ്ററി ആയിട്ട് വരുന്നൊരു ഫീച്ചറായിട്ട് മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം ബേസ് വേരിയൻറ്റുകളിൽ പോലും ഇപ്പോൾ മറ്റുള്ള കമ്പനികൾ ഇപ്പോൾ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഹേന്ദ്രയും അത് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇനിയിപ്പം സൺറൂഫ് ഇല്ലാത്തതുകൊണ്ട് ആരും വണ്ടി വാങ്ങാതെ പോകണ്ട എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഈ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു ഫാബ്രിക്കായിട്ട് വരുന്ന സീറ്റുകളാണ്. അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ഉണ്ട്. നല്ലൊരു സോഫ്റ്ററായിട്ട് വരുന്ന നല്ല ഫാബ്രിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ റോയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിലേക്ക് രണ്ടാമത്തെ റോയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് റോയിലേക്ക് കയറുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെഗ് സ്പേസ് കൂടുതലാണ്. കാരണം നേരത്തെ പറഞ്ഞായിരുന്നു 2600 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളതുകൊണ്ട് വാഹനത്തിനകത്ത് സ്പേസ് കൂടുതലായിരിക്കും. അതുപോലെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയും റോഡിൽ കൂടും. കാരണം കൂടുതൽ വീൽ ബേസ് കിട്ടുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കാര്യം 3 പേർക്ക് വിരിഞ്ഞിരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. കാരണം വീതി കൂടുതലാണ് ഈ സെഗ്മെൻറ്റിൽ. അത് ഓൾറെഡി പറഞ്ഞാണ്. തൈ സപ്പോർട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റുകൾ 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ഈ പറയുന്ന പോലെ നമുക്കിത് പുതിയ വാഹനം ആയതുകൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കവർ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡറും അതുപോലെ ആം റെസ്റ്റുകളും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു കുറവായിട്ട് 3Wക്കകത്ത് പറഞ്ഞ കാര്യം ബാക്കിലുള്ളവർക്ക് ചൂടെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ AC ഒക്കെ നല്ല പവർഫുൾ ആണ്. പക്ഷേ ബാക്കിലേക്ക് ഇതാ ഒരു വെൻറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈസിലി നമുക്ക് പുറയിലുള്ളവർക്കും കാറ്റ് അല്ലെങ്കിൽ ACയുടെ ഒരു തണുപ്പ് ഈസി ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. C പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ബെഡാണ് ഏകദേശം വരുന്നത്. അപ്പം ഈ വാഹനത്തിന് അകത്തെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. ഇപ്പോൾ ഞാൻ 5.6 ആണ് വരുന്നത്. അപ്പം ഒരു 6 അടി ഉള്ളവർക്കും, കാരണം ഇവിടെ ഇച്ചിരി തിരിച്ചിറക്കിയിട്ടുണ്ട്. അതായത് ഒരു 6 അടി ഉള്ളവർക്കും ഈസി ആയിട്ടിരിക്കാൻ പാകത്തിലാണ് അതിൻ്റെ ഒരു അകത്തെ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്യാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വാഹനത്തിനകത്ത് ഭയങ്കര നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരും. ഈ നമുക്ക് ഈ ഒരു ലഗേജിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു ടൂറൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം പെട്ടികളൊക്കെ വെക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീപ്പറായിട്ട് വരുന്നൊരു ബൂട്ട് സ്പേസാണ് നമുക്ക് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 297 ലിറ്ററാണ് നമുക്ക് ഇവിടം വരെ വരുമ്പോൾ ഉള്ളൊരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ 364 ലിറ്റേഴ്സ് നമുക്ക് വാഹനത്തിനകത്ത് സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് സ്പെയർ വീലുകളും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 3-4 പെട്ടികളൊക്കെ വെച്ച് നല്ല യാത്ര പോകാനായിട്ടാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമുക്കിനി വാഹനത്തിൻ്റെ ഹുഡിനടിയിലിരിക്കുന്ന എഞ്ചിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ വാഹനത്തിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്ത എഞ്ചിനൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഹസാർഡിൻ്റെ ലൈറ്റ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ വാഹനം എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് നമ്മൾ സൈഡിലേക്ക് ഒതുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ തുറന്ന് വെച്ച് പണിയെടുക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു സംവിധാനം അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ബോണറ്റിൻ്റെ ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പൊക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നല്ല വെയിറ്റ് ഉള്ള ഒരു ബോണറ്റിൻ്റെ ഹുഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് ഇരിക്കുന്നത് ഇപ്പോൾ AX5 ആണ്. ഇതിലേക്ക് വരുന്നത് പറഞ്ഞാൽ ഒരു TC MP5 എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൻ്റെ പവർ ട്രെയിനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 110 PS വരുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ 200 Nm ടോർക്കും ഈ വാഹനത്തിന് എഞ്ചിൻ ഡെലിവർ ചെയ്യുന്നുണ്ട്.
ഇനിയിപ്പോൾ നമുക്കൊരു ടർബോ GD ആയിട്ട് വരുന്ന ഒരു എഞ്ചിൻ, ഒരു കുറച്ചുകൂടെ പെർഫോമൻസ് വേരിയൻ്റ് ഉണ്ട്. 130 PS 230 Nm ടോർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു ഡീസൽ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. 116 PS ആണ് വരുന്നത്. അതുപോലെ തന്നെ 300 Nm ടോർക്കും ആ ഒരു വാഹനം ഡെലിവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് ഇതിൻ്റെ ഒരു ഗിയർ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഡീസലിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഡീസലിലേക്ക് വരുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതിനകത്തുണ്ട്, മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ട്. അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരുമ്പം AMD ട്രാൻസ്മിഷനാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പെട്രോളിലേക്ക് വരുന്ന സമയത്ത് ഒരു 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് AT ട്രാൻസ്മിഷൻസും ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പം ഈ കോമ്പിനേഷൻസിൽ നമുക്ക് ഏത് ഗിയർ ബോക്സ് ആണോ സെലക്ട് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് വാഹനങ്ങൾ നമുക്ക് എടുക്കേണ്ടി പറ്റും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 to 22 ലിറ്റർ ആണ് ഇതിനൊരു ക്ലെയിംഡ് ആയിട്ടുള്ള മൈലേജ് വരുന്നത്. അപ്പോൾ ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് 18 കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഇത് ഓടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രൈവിലേക്ക് പോവാണ്. എൻ്റെ കൂടെയുള്ള ജാഫറാണ്. ജാഫറെ ഫേസ് ഒന്ന് കാണിച്ചത്, അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കുന്നത് എല്ലാവരും ഒന്ന് കാണട്ടെ. ഓക്കെ, ജാഫർ SS മഹേന്ദ്ര എന്നാണ്. ജാഫറാണ് രാവിലെ എനിക്ക് 7 മണിയായപ്പോൾ വണ്ടി കൊണ്ട് തന്നത്. നമ്മളൊരു ഡ്രൈവിൽ പോവുകയാണ്. ഓക്കെ, ഇവരൊക്കെ എപ്പോഴും എല്ലാവരും നമ്മളോട് സഹകരിക്കുന്ന ആൾക്കാരായിട്ടോ. ഏത് സമയത്ത് വണ്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവരും. അപ്പം എന്താ പുതിയ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള XUV 3XO എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് റീസെന്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. സോ ലോഞ്ച് ആയി ആ ഒരു ടൈം മുതൽ അതിന് തൊട്ട് മുമ്പ് വരെ ഈ ഒരു നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഔട്ട് ആയിരുന്നു സോഷ്യൽ മീഡിയ. സോ അത് മുതൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഒരു മഹേന്ദ്ര ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആൾക്കാരിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ മാനുഫാക്ചറർ, എന്തായാലും സേഫ്റ്റിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മാനുഫാക്ചറർ, ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും നല്ല എൻജിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറർ. സോ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ഹൈ ആണ്. തീർച്ചയായിട്ടും. സോ ആ ഒരു എക്സ്പെക്ടേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലായിരിക്കും നമ്മുടെ XUV 3XO. നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഉറപ്പ് പറയാം, പല ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾ തന്നെയാണ് XUV 3XO. അതിന്റെ പ്രൈസ് റേഞ്ചും അങ്ങനെ തന്നെയാണ്. 7.49 ആണ് നമ്മുടെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 7.49 എന്ന് പറയുമ്പോൾ ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒരു 9 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടും. 9 ലാഖിന് താഴെയാണ്. 9 ലാഖിന് താഴെയാണ്. അപ്പൊ 9 ലക്ഷം രൂപയ്ക്ക് വലിയൊരു വണ്ടി കിട്ടുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഈ ആ സെഗ്മെന്റിലുള്ള, അതായത് തൊട്ട് താഴെയുള്ള സെഗ്മെന്റ് ഒരു എടുക്കാൻ നിൽക്കുന്നവർ ഈ ഒരു വാഹനം എടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കും ഒരു പ്രൈസിങ് വന്നിട്ടുണ്ടാവും അല്ലേ? അതായത് ഇപ്പോ മൈക്രോ SUV ആയിരിക്കും നമുക്ക് 9 ലാഖിന് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുക. സോ മൈക്രോ SUV എടുക്കുന്ന ആൾക്കാർക്കും ഈ ഒരു വെഹിക്കിൾ എടുക്കാം. കോമ്പാക്ട് SUV എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി 3XO നോക്കും. മിഡ് SUV നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഈ 3 കാറ്റഗറി ആൾക്കാരെ നമുക്ക് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു. പിന്നെ ഈ ഒരു നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഇപ്പൊ X5-നകത്താണെങ്കിൽ പോലും ഇതൊരു MPFI എഞ്ചിൻ ആണെങ്കിൽ ടർബോ ചാർജ് ആയിട്ട് വരുന്ന എഞ്ചിനാണ് അല്ലേ? അപ്പൊ അതിനൊരു പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് നമുക്കൊരു U-turn എടുത്തിട്ട് നമുക്ക് ആ റോഡിൽ കയറിയതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് കാലുവിട്ട് നോക്കുവാണേ. ഓക്കെ. സോ വിത്തിൻ 5 സെക്കൻഡ്സ് നമുക്ക് 60 കവർ ചെയ്തു. അതാണ് അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെടിയുണ്ട പോലെയാണ് ഈ വണ്ടി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് എല്ലാ എഞ്ചിൻസും, പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ പെട്രോളിനകത്ത് രണ്ടിനകത്തും ടർബോ ചാർജിലായിട്ട് വരുന്ന എഞ്ചിനാണ്. ഭയങ്കര പെർഫോമൻസ് ആണ്. കാലം എടുത്ത് കഴിഞ്ഞാൽ വെടിക്കുറ്റി പോലെയാണ് വണ്ടി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രസമുണ്ട്. പിന്നെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട് തോന്നുന്നല്ലേ? നമുക്ക് നോർമലി ഒരു പെട്രോൾ വെഹിക്കിൾ നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷനോ ആ ഒരു ഇതൊന്നും ഇല്ലാതെ പക്ക റിഫൈൻഡ് ആയിട്ട് വരുന്ന ഒരു എഞ്ചിനാണ് നമുക്ക്. അതെ, നല്ലൊരു ഫിഗേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ ഒരു 6 സ്പീഡ് മാനുവൽ ആണ് ഇത് വരുന്നത്. ഇതിന്റെ 80 വരുമ്പോൾ അടിപൊളിയായിരിക്കും തോന്നുന്നു. കാരണം ടോർക്ക് കൺവെർട്ടർ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കൂടെ നമുക്ക് TGDയും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പിനേഷൻ പവർ ഫിഗേഴ്സ് ഭയങ്കര രസമായിരിക്കും. കാരണം 130 PS ഉണ്ടല്ലോ അല്ലേ? 230 ടോർക്കും ഇല്ലേ? അതെ. അതിന്റെ കൂടെ AT ട്രാൻസ്മിഷൻ കൂടെ വരുമ്പോഴത്തേക്ക് റോഡിന്റെ കിങ് ആയിരിക്കും. അതെ. അതുപോലെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇതുപോലെ XUV 300 ഇതുപോലെ ഒരു പെർഫോമൻസ് എഡിഷൻ ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. അയ്യോ, അതൊരു വേറെ ലെവലാണ് കേട്ടോ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ റോഡിൽ കൂടെ ഓടിച്ച മൊത്തം ഈവൻ വീൽ സ്പിന്ന് പോലും വരുന്ന രീതിയിലാണ് ആക്ച്വലി അതിൻ്റെ ഒരു പവറിൻ്റെ പെർഫോമൻസ് ഒക്കെ വരുന്നത്. പിന്നെ നിങ്ങളുടെ ഈ വാഹനത്തിൻ്റെ മൈലേജിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മൈലേജ് കിട്ടുമോ? അതെങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് മൈലേജ് എന്നുള്ള കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
സോ നമ്മുടെ വണ്ടി പവർ ഉണ്ട്, ആ. അതുപോലെ മൈലേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഓക്കെ 1.2 ലിറ്റർ വെഹിക്കിളിന്, ഒരു SUV വെഹിക്കിളിന് ആ. 20 റേഞ്ച് മൈലേജ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ അല്ല എന്ന് മഹീന്ദ്ര ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ ജാഫറെ, ഈ വാഹനം മേടിക്കണം എന്നുണ്ടെങ്കിലേ ഇപ്പൊ നമ്മൾ വിലയൊക്കെ ഏകദേശം പറഞ്ഞു, ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഫിനാൻസും കാര്യങ്ങളൊക്കെ, ഇതിന്റെ പരിപാടികളൊക്കെ? ഫിനാൻസ് നമുക്കിപ്പോ മഹീന്ദ്ര XUV 3X വയ്ക്കുക ഒരു അഡീഷണൽ സപ്പോർട്ട് എന്ന ലെവലിൽ നമുക്ക് ICICI ബാങ്ക് 8 വർഷം വരെ ഫിനാൻസ് ടെന്യൂർ കിട്ടും. 8 വർഷം വരെ കിട്ടും അല്ലേ? ഡിപ്പെൻസ് അവരുടെ പ്രൊഫൈൽ അങ്ങനെയുള്ള ഡിപ്പെൻസ് വരും. എന്നാലും സ്ട്രോങ് ആയിട്ടുള്ളവർക്കാണ് 8 വർഷം വരെ കൊടുക്കും. 8 വർഷം വരെ നമുക്ക് ഫിനാൻസ് എടുക്കാൻ പറ്റും അല്ലേ? ഫിനാൻസ് എടുക്കാൻ പറ്റും. ഇതിന്റെ ബുക്കിംഗ് പരിപാടി എങ്ങനെയാ? സോ ബുക്കിംഗ് നമുക്ക് ഓൾറെഡി നമുക്ക് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ അത് 21,000 റുപ്പീസ് ആയിരിക്കും വരുന്നത്. 29,000 രൂപ അടച്ച് നമുക്ക് എടുക്കേണ്ടി വരും അല്ലേ? ചെയ്യാവുന്നതാണ്. ഡൗൺ പേയ്മെന്റ് ഒക്കെ എങ്ങനെ അറിയാം? ഡൗൺ പേയ്മെന്റ് എന്നുള്ള ലെവലിൽ ഇപ്പൊ നമുക്ക് വരുമ്പോഴത്തേക്ക് ഫിനാൻസ് സ്കീം അനുസരിച്ച് മാറും. ഇപ്പൊ മഹീന്ദ്ര ഫിനാൻസ് ആണെങ്കിൽ നമുക്കൊരു 8.99 ലാക്ക് പെർസെന്റേജ് മുതൽ 8.99% മുതൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. 8.99 മുതൽ 8.99 ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. സോ എത്രത്തോളം നമുക്ക് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് EMI കുറഞ്ഞിരിക്കും. അല്ല, ഏറ്റവും കുറവ് എത്രയാണെന്ന് ചോദിച്ചത്? എത്ര രൂപ ആ ഒരു ലെവലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. ലോൺ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ വാറണ്ടിയെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ വാറണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി 3 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് വാറണ്ടി. അതുകൂടാതെ 3 ഇയർ നമുക്ക് RSIയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റന്റ് 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ 3 വർഷം RSI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഒരു 3X എടുക്കുന്ന ആൾക്കാർക്ക് ഒരു കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡിൽ വണ്ടി യൂസ് ചെയ്യാം. 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് കിടക്കുകയാണ്. സോ 3 വർഷത്തേക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് വാഹനത്തിന്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മൈക്രോ SUV ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് റേഞ്ച്, അത് 9 ലക്ഷത്തിനകത്ത് തന്നെ ഇതുപോലൊരു വാഹനം നമുക്ക് മേടിക്കാണ്ട് പറ്റും. പിന്നെ കുറച്ച് മിഡ് റേഞ്ച് വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 13 ലക്ഷം, ഇപ്പം നമ്മൾ ഓടിക്കുന്ന വണ്ടി കഴിക്കാൻ ഒരു 13 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ സ്റ്റൈലുണ്ട്, സേഫ്റ്റി ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി ഇതിൽ ഇലക്ട്രിക് വരുമായിരിക്കും, ആ സമയത്ത് അതൊന്ന് ഓടിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ്സിന് വണ്ടി കൊടുത്തണം കേട്ടോ. അപ്പോൾ എവിടെയാണ് വരേണ്ടത്? നേരെ SS മഹീന്ദ്രയിലേക്കല്ലേ വരേണ്ടത്? നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ നമുക്ക് നമ്മുടെ ഷോറൂംസ് പല സ്ഥലങ്ങളുണ്ട്. എവിടെയൊക്കെ ഉണ്ട്? സോ നമ്മുടെ ഹെഡ് ഷോറൂം വരുന്നത് വഴയില പേരുകൂടെയാണ്. വഴയിലയാണ് നമ്മുടെ ഹെഡ് ഷോറൂം വരുന്നത്. ഓക്കെ. ദെൻ നമുക്ക് നെയ്യാറ്റിങ്കര നമ്മുടെ ഷോറൂം വരുന്നുണ്ട്. അത് ശരി. ആറ്റിങ്ങൽ വരുന്നുണ്ട്, കിളിമാനൂർ വരുന്നുണ്ട്. സോ ഏത് സൈഡിൽ കൂടെ പോയാലും നമുക്ക് ചെയ്യാണ്ട് പറ്റും. അതെ. ഇപ്പൊ ട്രിവാൻഡ്രം ജില്ല ഉള്ളവരൊന്നും നിൽക്കണ്ട, നേരെ SS മഹീന്ദ്രയിലേക്ക് വിളിച്ചാൽ മതി. ഈ പറയുന്ന ഷോറൂമുകളിലൊക്കെ ടെസ്റ്റ് ഡ്രൈവ്സ് അറേഞ്ച് ചെയ്ത് തരും. അവിടെ ജാഫർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൂർക്കട അല്ലെങ്കിൽ നമ്മുടെ ഈ വഴയില ഷോറൂമിലുണ്ട്. നേരിട്ട് വന്നാൽ മതി. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആളാണ്, നല്ല സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ സമയത്തൊക്കെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ്സ് ഒക്കെ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അതൊക്കെ ഒന്ന് കമൻറ്റ് വേണം, താഴെ എഴുതിയേക്കണം. അതുപോലെ നമ്മുടെ പേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ. അപ്പം താങ്ക് യു ജാഫറെ, കാണാം.